പെൺകുഞ്ഞുങ്ങളെ പ്രേമിച്ച് സിറിയയിൽ കൊണ്ടുപോകും. ഇതിനെ സിറിയയിൽ കൊണ്ടുപോകും. 60 പേരുടെയൊക്കെ ഭാര്യയായിട്ടാണ് ഒരു പെൺകുഞ്ഞിനെ ഉപയോഗിക്കുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? തീവ്രവാദികളാണ്. തീവ്രവാദികൾക്ക് എണ്ണം കൂട്ടാൻ പ്രസവിച്ച് കൂട്ടുകയാണ്. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. ഇതാരാ തടയേണ്ടത്? നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പറഞ്ഞാൽ പറയും എന്ത് ചെയ്യുന്ന കോമഡിയാണ്. നമ്മുടെ ഈ സർക്കാർ ഒരു കുന്തവും ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതത്തിലെ മക്കളായ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ഇവിടുന്ന് സിറിയയിലേക്ക് ലൈംഗിക അടിമകൾ ആലോചിക്കേ. 60 പേർക്കൊക്കെ ഒരു സ്ത്രീ നമ്മുടെ ഭാരതത്തിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ലൈംഗിക അടിമകളാക്കി വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാ? പടച്ചോനെ, അവിടെയൊക്കെ പെണ്ണുങ്ങളുണ്ടെങ്കിലും അവർക്ക് ഈ ഭാരതത്തിലെ പെണ്ണുങ്ങൾ ഇത്ര താല്പര്യം എന്താണെന്ന് ആലോചിക്കുകയാണ്. പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരോട് സിറിയയിലെങ്ങും പെണ്ണില്ല, മൊറോക്കയിലൊന്നും പെണ്ണില്ല, ഭാരതത്തിൽ വന്നവര് പെണ്ണിനെ കണ്ട്. അപ്പോൾ വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അസുഖം ആലോചിച്ച് ഈ ISIS തീവ്രവാദികള്. എൻ്റെ സന്ദീപേട്ടൻ്റെ പല്ലിൻ്റെ നിറമാണ് മൊറോക്കോക്കാർക്കും സിറിയക്കാർക്കും അത്രയും ഭയങ്കര സൗന്ദര്യവും ഭയങ്കര കളറുള്ളതാണ്. നമ്മുടെ സ്ത്രീകൾക്ക് സൗന്ദര്യമുണ്ട്, അതിനകത്ത് തർക്കമില്ല. നമ്മുടെ ഭാരതത്തിലെ പെണ്ണുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സൗന്ദര്യമുണ്ട്. പക്ഷെ നമ്മളെക്കാൾ കളർ കൊണ്ടും ആകാര സവിഷ്ടം കൊണ്ടും അവർ മുൻപന്തിയിലാണ്. എന്നിട്ട് അവിടുത്തെ പെണ്ണുങ്ങളൊന്നും വേണ്ട, തൊഴിലുറപ്പിന് പോകുന്ന അമ്മിണി ചേച്ചിനെ പൊക്കാൻ വേണ്ടി ഇമാര് വരും. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. 2014 ശേഷം നമ്മുടെ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യസുരക്ഷ അത്രയും ക്ലിയറാണ്. ശത്രുപക്ഷത്തൊരു ഈച്ച പോലും കടക്കാത്ത രൂപത്തിലാണ് കെട്ടുറപ്പ്, നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പ്. കാരണം മുമ്പൊന്നും ഭരിക്കുന്നവരെക്കാൾ നിന്ന് വ്യതിരിക്തമായി രാജ്യവികാരം, ദേശവികാരം, രാജ്യമെന്നുള്ള താല്പര്യം, രാജ്യസ്നേഹം എന്നുള്ളത് മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അവിടെ ഒരു ഭരണ സംവിധാനവുമാണ് നമ്മുടെ BJP സർക്കാരിനുള്ളത്. എന്നിട്ട് സന്ദീപേട്ട എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പെണ്ണുങ്ങൾ ഇതിന് മാത്രം കൊണ്ടുപോകുന്നത്? പക്ഷേ ഇവിടെ നിന്നും പോലും പെണ്ണുങ്ങൾ എവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? സന്ദീപേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇതുപോലെ കൊണ്ടുപോകുന്നു പറഞ്ഞു. സന്ദീപേട്ടൻ അടക്കം ഉള്ളവർ ജീവിച്ചിട്ടില്ല. എന്നിട്ട് ഇവിടുന്ന് എത്ര പെൺകുട്ടികളെ കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കാൻ വേണ്ടി? എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്മാരുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി. മോദി സർക്കാർ ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ അമ്മിണി ചേച്ചിയെയും നമ്മുടെ ധന്യ ചേച്ചീനെയും ചെറിയ പെൺപിള്ളാരെയൊക്കെ ഇവന്മാർ ലൈംഗിക അടിമകളാക്കാൻ വേണ്ടി ഇവിടുന്ന് യഥേഷ്ടം കൊണ്ടുപോകണമെങ്കിൽ അപ്പൊ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു പരാജയം ആലോചിച്ചു. കലികാലത്തിന്റെ ഓരോ കളികളെ വേണ്ടാത്തതേ ബുദ്ധിയിൽ ഒതുക്കി. 500-ലധികം സ്ത്രീകളെയും കുട്ടികളെയുമാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് വെറും 15 ദിവസത്തിനിടെ കാണാതാകുന്നത്. എന്തൊരു ഗതികേടാണ്! ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. 2026 പുലർന്ന് ഏകദേശം 2 ആഴ്ച മാത്രം പിന്നിടവെയാണ് ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തൂക്കി തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ. സന്ദീപേട്ട പറയേണ്ടിയില്ലാരും തോന്നുന്നുണ്ടല്ലേ? എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരിക. 2026 ജനുവരി 1-നും 15-നും ഇടയിൽ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 807 പേരിൽ 509 പേർ സ്ത്രീകളും പെൺകുട്ടികളുമാണ്. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ! കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞതല്ലേ, ഇനി പറയരുത് നാം. ഓക്കെ, ഇത് നമ്മൾ തന്നെ നമ്മുടെ കെണി വെക്കുന്ന പോലെ ആയിപ്പോ. ഓക്കെ, അച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല, എനിക്ക് വയ്യ.